സൂര്യ ആരാധകർ വല്ലാണ്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം കറുപ്പൊക്കെ അതിന് വേണ്ടി ഏറ്റവും വലിയ കാത്തിരിപ്പാണ്. ആർ ജെ ബാലാജിയുടെ ഒരു സിനിമ തിയേറ്ററിൽ പോയി സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരു പടമായിരിക്കുമോ ഇത്. ഇപ്പം കങ്കുവ പോലത്തുള്ള സിനിമകളൊക്കെ വന്ന് ഞാൻ വെറുതെ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും അതൊക്കെ കണ്ട് കുറച്ച് ഒരു ഹിറ്റ് സൂര്യക്ക് തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സൂര്യ ആരാധകർ ഒരുപാടുണ്ട്. കാരണം ഇപ്പം സൂര്യ പോട്ടറും ജയ് ഭീമും ഒക്കെ OTT-യിൽ റിലീസായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അതൊന്ന് വിജയമാക്കാൻ സൂര്യ ആരാധകർക്ക് കഴിയാത്തതിൻ്റെ വിഷമവുമുണ്ട്. തിയേറ്ററിൽ വന്ന കങ്കുവ ആവട്ടെ 8 നിലയിൽ പരാജയമാവുകയും ചെയ്തു. കാരണം സിരുത്തൈ ശിവയുടെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് കങ്കുവ. അതിൻ്റെ നിർമ്മാതാവ് KE ജ്ഞാനവേൽ രാജ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ സക്സസ് സെലിബ്രേഷനൊക്കെ അടുത്ത മാസം, അതായത് ഡിസംബർ മാസത്തിൽ സക്സസ് സെലിബ്രേഷനൊക്കെ നടത്താമെന്ന് പറഞ്ഞാണ്. ആ ഡിസംബർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡിസംബറിലേക്ക് പോവുകയാണ്. പക്ഷേ ആ സക്സസ് സെലിബ്രേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മനസ്സിലാവുമല്ലോ അത്രമാത്രം പരാജയമായിരുന്നു കങ്കുവ എന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദാ വരുന്നു 2014 ലിംഗുസ്വാമി ഒരുക്കിയ രാജു ബായ് അഞ്ചാൻ വരാൻ പോവുകയാണ്. റിലീസിന് നാളെ റിലീസിന് വരാൻ പോവുകയാണ്. ഞാൻ ഉള്ള കാര്യം പറയാലോ, അഞ്ചാൻ റിലീസിന് ഭയങ്കരമായി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. 2014 എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ സൂര്യ, വിദ്യുത് ജമാൽ, മനോജ് ബാജ്പേയി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ, സാമന്ത നായികയായി എത്തിയ അഞ്ചാനും രാജുബായും ആ ഡോൺ പരിപാടിയൊക്കെ ഞാൻ പിന്നീട് TV-യിലും അല്ലാണ്ടൊക്കെ ഇരുന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് ഹൈ ഉണ്ടാക്കിയ ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിലേക്ക് നാളെ പോകുന്നുണ്ട്. ആൻഡ് തിയേറ്ററിലേക്ക് നാളെ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്കിംഗ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോഴേക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബുക്കിംഗ് മാറിയിരിക്കുന്നത് എന്നതും കൂടി പറയണം. കാരണം തിരുവനന്തപുരത്ത് ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ രാവിലെ 7 മണിക്ക് ഉണ്ടായിരുന്ന ഷോ അത് ഏകദേശം ഫുള്ളായിരുന്നു. അതായത് അങ്ങനെയൊരു റിലീസ് പരിപാടിക്ക് 2014 റിലീസായ ഒരു സിനിമയ്ക്ക് അങ്ങനൊരു റിലീസ് പരിപാടിക്ക് വേണ്ടിയിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ കൂടിയായിട്ട് വേണം അത് കണക്കാക്കാൻ. സൂര്യ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയാം. ആ ഒരു റിലീസ് പ്രത്യേകിച്ച് ആ ഒരു പാട്ടുകളൊക്കെ ഇട്ട് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ഡോൺ പരിപാടിയൊക്കെ ഇട്ട് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും അഞ്ചാൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഒരു അഞ്ചാന് വേണ്ടിയിട്ടുള്ള സൂര്യ ആരാധകരുടെ കാത്തിരിപ്പിനേക്കാൾ ഉപരി തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്നൊരു സൂര്യ സിനിമ വരണം എന്നുള്ളത് തന്നെയാണ് സൂര്യ ആരാധകർക്ക് ഒരു കാര്യവുമായിട്ട് പറയാനുള്ളത്. കാരണം കറുപ്പ് ഇപ്പോൾ ജനുവരി 23-നാണ് ഒരു ടെൻറ്റേറ്റീവായിട്ട് അവർ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അവർ ഫിക്സ് ചെയ്തിട്ടില്ല. 23-ാം തീയതി വരികയാണെങ്കിൽ സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ ആഘോഷമാക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് വരും. അതിനൊരു ടീസർ പോലെ, അതിന് മുന്നോടിയായിട്ടൊരു ടീസർ പോലെ അവർ കാണാൻ പോകുന്നൊരു സിനിമയായിരിക്കും അഞ്ചാൻ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് സൂര്യയ്ക്ക് തിയേറ്ററിൽ അടുത്തിടെ ഉണ്ടാക്കാൻ കഴിയാത്തൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുക. എതിർക്കും ദുരന്തവൻ, പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത എതിർക്കും ദുരന്തവൻ പോലൊരു സിനിമയും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല. കങ്കുവയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് കറുപ്പാണ്. ഇനി വരാൻ പോകുന്ന സൂര്യയുടെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ 46 സിനിമ, അതിൻ്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിസംബർ 8-ാം തീയതി അതിൻ്റെ ആദ്യത്തെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളാണ്. എറണാകുളത്ത് വെച്ച് അതിൻ്റെ ഷൂട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് കേൾവി. അതൊന്നും ഉറപ്പില്ല, റിപ്പോർട്ടുകൾ മാത്രമാണ്. അങ്ങനെ സൂര്യ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, അത് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ റിലീസൊക്കെ നടത്തി. ഫ്രണ്ട്സ് സൂര്യയും വിജയും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഫ്രണ്ട്സ്, പക്ഷേ അതൊന്ന് റിലീസ് ചെയ്ത് ആഘോഷമാക്കാനുള്ള പരിപാടിയൊന്നും അതിനകത്തില്ല എന്നുള്ളത് ആരാധകർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നെ റിലീസ് ചെയ്തു, ആദ്യത്തെ ഷോ പോയി എല്ലാവരും ഒന്ന് ആഘോഷിച്ചു എന്നതിനേക്കാളും ഉപരി അത് ഒരു ലോങ് റൺ എന്നൊന്നും പ്രതീക്ഷിച്ചല്ല സൂര്യ ആരാധകർ നിൽക്കുന്നത്. പക്ഷേ അഞ്ചാൻ അങ്ങനെയല്ല. അഞ്ചാൻ കുറച്ചുകൂടെ തിയേറ്ററിൽ ആഘോഷമാക്കാൻ കഴിയുന്ന കുറച്ചധികം എലമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ അത് വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കുക, തിയേറ്ററിൽ ആഘോഷമാക്കുക, രാജുബായിയുടെ ഇൻട്രൊഡക്ഷന് കൈയടിക്കുക, വിസിലടിക്കുക, ആ പാട്ടിന് ഡാൻസ് കളിക്കുക, അതുപോലുള്ള പരിപാടികളൊക്കെ തന്നെയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നതും റിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് ആണ് റിലീസിന് വരാൻ പോകുന്നത്. നാളെ റിലീസാകാൻ പോകുന്നൊരു സിനിമ. ആക്ച്വലി ഇന്ന് റിലീസാവേണ്ടിയിരുന്ന കളങ്കാവലാണ് 5-ാം തീയതി കൊണ്ടുപോയി റിലീസ് ചെയ്തത്. ജിതിൻ കെ ജോസിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ, മമ്മൂട്ടി വിനായകൻ പ്രധാന വേഷത്തിലെത്തുന്ന കളങ്കാവൽ ഇന്നായിരുന്നു ആക്ച്വലി അതിൻ്റെ റിലീസ് ഡേറ്റ് 27-ാം തീയതി നവംബർ. പക്ഷേ അത് എടുത്ത് ഡിസംബർ 5-ലോട്ട് മാറ്റിയത് കൊണ്ട് തന്നെ ഈ ആഴ്ച അങ്ങനെ പ്രധാനപ്പെട്ട റിലീസുകൾ എന്ന് പറയുന്നത് ഒന്ന് കീർത്തി സുരേഷ് നായികയെത്തുന്ന റിവോൾവർ റീത്ത എന്ന് പറയുന്ന സിനിമയാണ്. ഈ റിവോൾവർ റീത്തയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഇടയിൽ കീർത്തി പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയുണ്ട്. കീർത്തി പറഞ്ഞത് ഒരു നായിക പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമ
കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ ദിന പുൾ അത് കുറവായിരിക്കും എന്നുള്ളതാണ്. ഞാനത് യോജിക്കുന്നു. കീർത്തി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഒരു നായികയാണ് ആ സിനിമയുടെ പ്രധാന വേഷത്തിലെത്തുന്നതെങ്കിൽ ആദ്യ ദിവസമൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിക്കും തിരക്കൊക്കെ വളരെ കുറവാണ്. ആ സിനിമ ഗംഭീരമായ റിപ്പോർട്ടുകളാണെങ്കിൽ പിന്നീട് ആളുകൾ വരും. അതായത് ഇപ്പം നിങ്ങളൊരു നായക നടൻ്റെ ഒരു സിനിമയും ഒരു നായിക പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയും കൂടി ഒരുമിച്ചാണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായും ആളുകൾ നായികയുടെ സിനിമയ്ക്കല്ല പോകുന്നത്, നായകൻ്റെ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ആദ്യം കാണാൻ വേണ്ടി എത്തുക. അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് കീർത്തി അഡ്രസ്സ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പം നായികമാർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമകൾ കാണാൻ ആളുകൾ സ്വീകരിക്കാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ഞാനത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും റിവോൾവർ റീത്തയും നാളെ റിലീസിനെത്തുന്നുണ്ട്. കീർത്തി സുരേഷ് നായികയെത്തുന്ന ഒരു സിനിമയും കൂടിയാണ്. അതാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമകൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. പക്ഷേ സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അഞ്ചാൻ്റെ റിലീസ് നാളെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.